tracksuits and red wine, movies for two. We'll take off our phones and we'll turn off our shoes. Hello guys, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ടീ ടൈമിന് എനിക്ക് ഒരു മാഗി ഉണ്ടാക്കി കഴിക്കാനൊരു മോഹം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗ്രോസറി ഒരു ഷോപ്പുണ്ട്. അപ്പോൾ 5 minutes ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് 2-3 സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി നൂഡിൽസും ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് അടിപൊളിയായിരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ടീ ടൈം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഗാർലിക് എടുക്കാം. ഗാർലിക് ഇവിടെ മറ്റേ ഗാർലിക് ഇല്ല, അപ്പം നമുക്ക് ഈ ഗാർലിക് പേസ്റ്റ് എടുക്കാം. പിന്നെ എനിക്ക് വേണ്ടത് മിക്സ്ഡ് ഹെർബ്സ് ആയിരുന്നു. ഇവിടെ മിക്സ്ഡ് ഹെർബ്സ് കാണാനില്ല. സോ എന്ത് ചെയ്യുന്നു, തൽക്കാലത്തിന് നമുക്ക് ഗാർലിക് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ എന്തോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ചോദിക്കാം, കടം ചോദിക്കാം നമുക്ക്. താങ്ക് യു. അപ്പോൾ സാധനമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇനി മാഗി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ചില്ലി മാഗി എന്ന് പറഞ്ഞ സംഭവം ഞാൻ എങ്ങനെയാണ് അറിയുന്നതെന്ന് ഉള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ, ആദ്യമായിട്ടല്ല ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പം ആൻറ്റി ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ടീ ടൈം ആയപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചാലോ എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ എൻ്റെ കസിൻ ഏമി പറഞ്ഞു, ലൈക്ക് ഇങ്ങനൊരു സംഭവമാണ് ചില്ലി മാഗി, നമുക്ക് ചില്ലി മാഗി ഉണ്ടാക്കാം, എനിക്ക് അത് നല്ല ടേസ്റ്റാണ്, കഴിച്ചു നോക്കുക, അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചില്ലി മാഗി ഇതെന്താ സംഭവം എന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അവളത് ഉണ്ടാക്കി കഴിച്ചു നോക്കി. ലൈക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ തൊട്ടേ ഞാൻ ഈ ചില്ലി മാഗി ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ തന്നെ കുറേ വീഡിയോസൊക്കെ കണ്ട് പിന്നെ അവളുടെ റെസിപ്പീൻ്റെ ഇതും ഒക്കെ എടുത്ത് ഞാനിപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ ഇതുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്നെ പോലെ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ബേസിക്കലി നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് എണ്ണയും വേണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു ബൗളെടുക്കാം. ബൗളിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കൊറിയാൻഡർ ലീവ്സ് എല്ലാം ഇട്ടു. നമുക്ക് നെക്സ്റ്റ് ആവശ്യം സോയ സോസാണ്. അപ്പോൾ ഞാൻ കുറച്ച് സോയ സോസ് ഇതിലോട്ട് ഒഴിക്കുകയാണ്, കുറച്ച് മതി. അപ്പം ഞാൻ കൊറിയാൻഡറും സോയയും ഒക്കെ ഇതിലിട്ടു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഹീറോ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ടു. നെക്സ്റ്റ് നമ്മളിടാൻ പോകുന്ന ഇറ്റാലിയൻ ഹെർബ്സ് ആണ്. ഇറ്റാലിയൻ ഹെർബ്സും നമ്മൾ കുറച്ച് വലുതായിട്ടല്ല, ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്ര ഇട്ടോ. നെക്സ്റ്റ് നമുക്ക് ആവശ്യം ഗാർലിക്കാണ്. ഗാർലിക്ക് നിങ്ങളുടെ വീട്ടിൽ ചോപ്ഡ് ഗാർലിക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഫ്രഷ് ഗാർലിക് ചോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ ആ ഗാർലിക്ക് ആ കടയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, ഇത് ക്രഷ്ഡ് ഗാർലിക്കാണ്. അപ്പോൾ ഇതും ഇട്ടു. ഇതിൻ്റെ കൂടെ കിട്ടുന്ന മാഗി മസാല ഇല്ലേ, അതും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതും നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബേസിക്കലി ആവശ്യം. അതൊക്കെ നന്നായി നമുക്ക് ലൈക്ക് മിക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു സാധനമാണ് നമുക്ക് കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് ഡയറക്റ്റ് ഇതിലോട്ട് ഒഴിക്കണം. പിന്നെ ഇത് ഭയങ്കര പെർഫെക്റ്റ് റെസിപ്പി ഒന്നും ആയിരിക്കില്ല, ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഞാൻ ബേസിക്കലി എൻ്റെ ടീ ടൈമിൽ എനിക്ക് നൂഡിൽസും അതുപോലെ തന്നെ കട്ടൻ ചായയും കുടിക്കാൻ തോന്നി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ വെള്ളം ചൂടാക്കാൻ വെക്കാം. ഇതാണ് എൻ്റെ കിച്ചൺ എന്നുള്ള വ്യൂ. അടിപൊളിയല്ലേ? ഈവനിങ് ടൈം പുറത്തോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്ക് അവിടെ കുറേ ബിൽഡിങ്സ് കാണാനുണ്ടോ? ഇതാണ് നമ്മുടെ മെൽബൺ സിറ്റി. അടിപൊളിയല്ലേ?
എന്നിട്ട് ഈ വെള്ളം നമുക്ക് പെട്ടെന്ന് ഒഴിക്കാം. ആവശ്യത്തിന് ഒഴിച്ചു. മാഗി അതിലോട്ട് നമുക്ക് ഇടാം. മാഗി മുങ്ങി കിടക്കണ അത്രയും വെള്ളം അത്ര മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മാഗി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ നിങ്ങളിൽ പലരും വിചാരിക്കുന്നത്. അയ്യോ, നിങ്ങൾക്കൊക്കെ മാഗി ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് കിടന്ന് തിളക്കട്ടെ. അതിന് നമുക്ക് സൈഡിൽ കട്ടൻ ചായയും കൂടി വയ്ക്കാം. ഓക്കെ, ചായ റെഡിയായി. ചായ നന്നായി അപ്പം എൻ്റെ കട്ടൻ ചായ റെഡിയായി. അപ്പോൾ ഇത് നന്നായി തിളച്ചു. നമുക്കപ്പോൾ ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് പോരുത്, ബാക്കിയെല്ലാം വെള്ളവും നമുക്കിങ്ങനെ ഡ്രെയിൻ ചെയ്ത് കളയാം. കുറച്ച് ജ്യൂസി നൂഡിൽസ് ആവശ്യമുള്ളവർക്ക് കുറച്ച് ഇത് മാത്രം ബാക്കി വെച്ചിട്ട്, കുറച്ച് വെള്ളം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം. നമുക്ക് നെക്സ്റ്റ് എണ്ണ ചൂടാക്കണം. അതിന് വേണ്ടി നമുക്ക് ഈ നൂഡിൽസ് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എണ്ണ ഇതിലോട്ട് ഡയറക്റ്റ് ഒഴിക്കുക ചെയ്യുന്നത്. കാരണം ഇത് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊടികളും എല്ലാം കൂടി കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നല്ല ചൂടായ എണ്ണ നമ്മൾ ഇതിലോട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിക്കുക ചെയ്യുന്നത്. മനസ്സിലായോ? എണ്ണ നല്ലതായി ചൂടായി. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഇതിലോട്ട് ഒഴിക്കാം. നമുക്ക് എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വാട്ട് വി ഹാവ് ടു ഡു ഇസ് ദാറ്റ്, ഈ സാധനം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഇത് നമ്മളിതിലോട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് നന്നായി മിക്സ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിങ്ങനെ ഫുള്ള് മിക്സ് ചെയ്യണം. നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വല്ല സോൾട്ടോ അങ്ങനെ വല്ലതും കുറവുള്ള പോലെ തോന്നുവാണെങ്കിൽ നമുക്ക് അതിട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. കാരണം എല്ലായിടത്തും ആ ടേസ്റ്റ് എത്തണ്ടേ. ഞാൻ കുറച്ച് ജ്യൂസി ആയിട്ട് എടുത്തതാണ്. കാരണം എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കുറച്ച് ടൈമാവും. അപ്പോൾ ലൈക്ക് ഡ്രൈ ആവും. ഡ്രൈ ആയ മാഗി ഇസ് നോട്ട് ഗുഡ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി എനിക്ക് ഇതിൻ്റെ മുകളിലൊരു സണ്ണി സെറ്റപ്പും കൂടി വയ്ക്കണം. അത് കഴിഞ്ഞാൽ എൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. എൻ്റെ സണ്ണി സൈഡപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ട പരിപാടി ചെയ്തുകൊണ്ട് സൂക്ഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മുട്ട പൊട്ടാതെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക എന്ന് പറയുന്നൊരു ടാസ്ക്കാണ്. പൊട്ടാതെ കിട്ടി ഭാഗ്യത്തിന്. ഇപ്പം എൻ്റെ ടീയും ചില്ലി മാഗിയും ഒക്കെ റെഡിയായി. അപ്പം ഞാൻ എൻ്റെ ടീ ടൈം എൻജോയ് ചെയ്യട്ടെ. Every time you lie in my place, I do wanna say. എൻ്റെ നൂഡിൽസും ടീയും എല്ലാം റെഡിയായി. ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ടീ ടൈം എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇപ്പോൾ നൈറ്റ് ടൈം ആവാറായി. ബിക്കോസ് ഞാൻ പുറത്തു പോയി സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് കുക്ക് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഇനി ഞാൻ ഇത് കഴിച്ചൊന്ന് എൻജോയ് ചെയ്യട്ടെ. കുറേ നേരമായി കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ സാധനം ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യേ, എന്നിട്ട് എൻ്റെ അടുത്ത് പറ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് കുറച്ച് എഗ്ഗും അതിൻ്റെ കൂടെ എടുത്ത് കഴിക്കാം. ശരിക്കും അടിപൊളി.
നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറ. ഞാൻ വെറുതെ എൻ്റെ തന്നെ കഴിച്ച് അടിപൊളിയാന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ള? കുറച്ച് ടീം കൂടി കഴിക്കും. ചൂടോടുകൂടെ കഴിക്കണം, അപ്പോഴാ ടേസ്റ്റ്. അപ്പോൾ ബാക്കി ഞാൻ കഴിച്ച് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ see you all in my next video. Don't forget to like, share and subscribe. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. So please subscribe to my channel. So see you all in my next video. Bye.